ട്രിപ്പിൾ ത്രീ ഡിവൈൻ മിറാക്കൾ മലയാളം ടാരോക്കാ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക. കൂടാതെ ജനറൽലെസ് വീഡിയോ ആണ്. മെയിൽ ഓർ ഫീമെയിൽ അങ്ങനെ വ്യത്യാസം ഒന്നും തന്നെ ഇല്ല, ആർക്ക് വേണമെങ്കിലും കാണാം. കൂടാതെ ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ്. നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസണേറ്റുമായിരിക്കും. അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക. ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുക. മെഡിറ്റേറ്റ് ചെയ്യുക, പേര് നിങ്ങൾ പറയുക, ആ വ്യക്തിയുടെ മുഖം നിങ്ങൾ മനസ്സിലോർക്കുക. ഡിയർ ആർക്കേഞ്ചൽസ്, മൈ സ്പിരിറ്റ് ഗൈഡ്, പ്ലീസ് ഗിവ് മീ ദ റൈറ്റ് ആൻസർ ഫോർ യു. പ്ലീസ് ഗിവ് മീ ദ റൈറ്റ് ഗൈഡൻസ് ഫോർ യു. ഇവിടെ ഏസ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്ന ഒരു കാർഡാണ് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു കാർഡ് നമുക്ക് കിട്ടുമ്പോൾ ആ വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പിനെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഒരു വഴി അന്വേഷിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ പെൻറ്റക്കിൾസ് എനർജിയാണ്. ഐ ക്യാൻ ഫീൽ സ്ട്രോങ്ലി ടോറസ്, വെർഗോ, കാപ്രിക്കോൺ. അതായത് ഈ ഒരു ബന്ധം വളർത്താൻ തന്നെ ആഗ്രഹിക്കുന്നു. അതായത് വേര് പിടിപ്പിക്കുന്ന, അതത്രയ്ക്ക് ഉറച്ച ഒരു ബന്ധമാകാനായിട്ട് ആ വ്യക്തി ഇപ്പോൾ നിങ്ങളിത് കാണുന്ന സമയത്ത് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത്രയും നാൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി തരാതെ ഹാങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ചേഞ്ച് ആക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. വളരെയധികം മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഒരുപാട് ഇഷ്ടം ഉള്ളതായിട്ട് തന്നെയാണ് ഈ ഒരു റീഡിങ്ങിൽ കാണുന്നത്. ഇവിടെ ക്യൂൻ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ തന്നെ ക്യാൻസർ, സ്കോർപ്പിയോ, സ്പേസസ് വളരെ ഇമോഷണലി നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ചിലപ്പോൾ നിങ്ങൾ രണ്ടുപേരും പരസ്പരം ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടാവാം. ചിലപ്പോൾ രണ്ടു പേർക്ക് രണ്ട് ഫാമിലി ഉണ്ടായിരിക്കാം. ഫാമിലിയെ പറ്റി, അനുഭവിച്ചിട്ടുള്ള വിഷമങ്ങളെപ്പറ്റി എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്തിട്ടുണ്ട്. ഇമോഷണലി വളരെ അടുപ്പം നിങ്ങൾ തമ്മിലുണ്ടായിരിക്കാം. ഇവിടെ എന്തായാലും ഒരു മാനിഫെസ്റ്റേഷൻ വർക്കാകുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ രണ്ടുപേരും വളരെയധികം വിശ്വസ്തമായിട്ടൊക്കെ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ ഇവിടുത്തെ ഒരു ചെറിയൊരു പ്രോബ്ലം ഉള്ളത്, ഇവിടെ ഫോറോസ് ഫീൽഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തരാനുള്ള പ്രണയം ആ വ്യക്തിയുടെ ഹൃദയത്തിൽ തന്നെയുണ്ട്. പക്ഷേ അത് കണ്ടില്ലെന്ന് നടിക്കുന്ന ഒരു സ്വഭാവം ഈ വ്യക്തിക്ക് ഉണ്ടായിരിക്കാം. അതായത് ഈ വ്യക്തിക്ക് പ്രോബ്ലംസ് ഉള്ളതുകൊണ്ട് ഇപ്പോൾ നിങ്ങളെ അത് ഷോ ചെയ്യാനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല. അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് അതിന് പറ്റിയ ഒരു സന്ദർഭമല്ല. പക്ഷേ നിങ്ങളുടെ പ്രണയം എൻ്റെ അടുത്ത് തന്നെയുണ്ട്, അത് വളരെ സേഫായിട്ട് എൻ്റെ ഹൃദയത്തിലുണ്ട്. ഇപ്പോൾ എനിക്ക് കാണിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലല്ല അത് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത്. ഇവിടെ ട്രൂ ഇൻറ്റൻഷനിൽ 9 ഓഫ് പെൻറ്റക്കിൾസ് കിട്ടിയിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളെ ആ വ്യക്തി വളരെയധികം സ്റ്റെബിലിറ്റി ഉള്ള ഒരാളാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ബ്യൂട്ടി, അതൊക്കെ ഈ വ്യക്തിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ആ വ്യക്തിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് വ്യക്തിക്ക് നന്നായിട്ട് അറിയാം. അതുപോലെ തന്നെ അതിലുപരിയായിട്ട് ഫിനാൻഷ്യലി നിങ്ങൾ വളരെ സ്റ്റേബിളാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് ജോലിയൊക്കെ ഉണ്ടായിരിക്കാം. ഈ വ്യക്തിയേക്കാൾ മെച്ചമായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ സിറ്റുവേഷനിലായിരിക്കാനുള്ള ഒരു സാധ്യതയും ഉണ്ട്. ഇവിടെ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നു ഈ ഒരു റിലേഷൻഷിപ്പിൽ. അത് ആ വ്യക്തിക്കൊരു ധൈര്യം തന്നെയാണ്. കാരണം ആ വ്യക്തിയുടെ സിറ്റുവേഷൻ ചേഞ്ച് ആവുമ്പോൾ ആ വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ തന്നെ കാണും എന്ന വ്യക്തിക്കറിയാം. അതുകൊണ്ടുകൂടി തന്നെയാണ് ഒരു ഡിസിഷൻ പെട്ടെന്ന് എടുക്കണ്ട എന്ന് വിചാരിക്കുന്നത്. നിങ്ങളുടെ സ്നേഹത്തെ ആ വ്യക്തി അറിയുന്നുണ്ട്. ഇവിടെ ഏസ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ അൺകണ്ടീഷണൽ ആയിട്ടുള്ളൊരു പ്രണയമാണ്. അപ്പോൾ അവിടെ നമുക്ക് വേറൊന്നും ചിന്തിക്കാനില്ല. അൺകണ്ടീഷണലായിട്ടെന്ന് പറയുമ്പോൾ ഒരു കണ്ടീഷനും വെക്കാതെ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. ആ ഒരു സിറ്റുവേഷനും കൂടി ഇവിടെ ഉണ്ട്. ഹൃദയത്തിൽ ഒരുപാട് സ്നേഹമുണ്ട്. ഇവിടെ ഫസ്റ്റ് കാർഡ് ഏസ് ഓഫ് പെൻറ്റക്കിൾസ്, റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണം. ഇവിടെ ഇൻറ്റൻഷൻ, ഫ്യൂച്ചറൊക്കെ ഏസ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ അത്രയധികം സ്നേഹമുണ്ട് എനിക്ക് നിൻ്റെ അടുത്ത്. ഇമോഷണലി ഒരുപാട് അടുത്തിട്ടുണ്ട് നമ്മൾ. നിൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്കറിയാം, എൻ്റെ എല്ലാ കാര്യങ്ങളും നിനക്കറിയാം. അതുകൊണ്ട് അത്രമാത്രം നമ്മൾ അറിഞ്ഞിട്ടുള്ള ആൾക്കാരാണ്. ആ ഒരു സിറ്റുവേഷൻ ഇവിടെ എന്തായാലും ഉണ്ട്.
അതുപോലെ തന്നെ ബോട്ടം ഓഫ് ഡെക്ക് വീൽ ഓഫ് ഫോർച്യൂൺ ആയതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ ഏതൊരവസ്ഥയിൽ പൊക്കോട്ടെ ഇത് തിരിച്ചു വരും, എന്നും കൂടെ ഉണ്ടാവുന്ന റിലേഷൻഷിപ്പ് കൂടിയാണ്. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു പേഴ്സണും ചിന്തിക്കുന്നത് പോലെ തന്നെയാണ് നിങ്ങളും ചിന്തിക്കുന്നത്. ഒരുപാട് സ്നേഹമുണ്ട്, ഇമോഷണലി ഞാൻ ഈ വ്യക്തിയുമായിട്ട് ഒരുപാട് അടുത്തിട്ടുണ്ട്, അത് തന്നെയാണ് നിങ്ങളും ചിന്തിക്കുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു വഴി ഉണ്ടോ എന്നുള്ളത് നിങ്ങളും അന്വേഷിക്കുന്നുണ്ട്, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവും എന്ന് തന്നെയാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. പക്ഷേ അതോടൊപ്പം തന്നെ നെഗറ്റീവ് തോട്ട്സും ഉണ്ട് നിങ്ങൾക്ക്. അതായത് പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നതോടൊപ്പം തന്നെ നെഗറ്റീവ് തോട്ട്സും ഉണ്ട്. അതായത് ഞാൻ വെറുതെ കോമാളിയായി നിൽക്കുകയാണോ, യഥാർത്ഥത്തിൽ ആ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് സ്നേഹമുണ്ടോ, ആ വ്യക്തി ഈ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുമോ എന്നുള്ളതൊക്കെയാണ് നിങ്ങളും ചിന്തിക്കുന്നത്. പക്ഷേ ഒരു വിശ്വാസമുണ്ട്, ഏതൊരു സിറ്റുവേഷനിലാണെങ്കിലും ആ ഒരു സിറ്റുവേഷനെ പൊളിച്ചെറിഞ്ഞ് അല്ലെങ്കിൽ തകർത്തെറിഞ്ഞ് നിങ്ങളിലേക്ക് വരും എന്നുള്ള വളരെ അധികം വിശ്വാസം നിങ്ങൾക്കുണ്ട്. അങ്ങനെ വിശ്വസിക്കുമ്പോഴും ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ എന്തായി പോകും എന്നുള്ള വേറൊരു വിശ്വാസമുണ്ട്. ഇങ്ങനെ നിങ്ങളിൽ തന്നെ മാനിഫെസ്റ്റേഷൻസ് വർക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്, കാരണം നെഗറ്റീവ് തോട്ട്സ് ഒരുപാട് ഉണ്ടാവുകയാണ്. അപ്പം നിങ്ങളതൊന്ന് ശ്രദ്ധിക്കണം. പിന്നീട് ചിന്തിക്കുകയാണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ഫ്രണ്ടായിട്ടെങ്കിലും ഈ വ്യക്തി നിങ്ങളുടെ കൂടെ ഉണ്ടായാൽ മതിയായിരുന്നു, അങ്ങനെ കൂടി നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ ചിന്തകൾക്കാണ് വളരെയധികം പ്രോബ്ലംസ് ഉള്ളത്. ഇത് പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന അതേ സമയം തന്നെ നെഗറ്റീവായിട്ട് ചിന്തിക്കുകയാണ്. ഇത് പകുതിക്ക് വെച്ച് എന്തായി പോവോ, എന്നെ ഇട്ടിട്ട് പോവുമോ, ഇത് എന്നുണ്ടാകുന്ന റിലേഷൻഷിപ്പാണ്, അങ്ങനെ ഒരുപാട് ചിന്തകളാണുള്ളത്, ഒരുപാട് ക്വസ്റ്റ്യൻസ് മനസ്സിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കും ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. ആ വ്യക്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ഉറപ്പുമില്ല. കാരണം ഇത് പോവോ അങ്ങനെയാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. പക്ഷേ ഈ ഒരു പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിനെ സ്ട്രോങ് ആക്കാൻ ആഗ്രഹിക്കും. ഇവിടെ നിങ്ങളുടെ മനസ്സ് റീഡ് ചെയ്തു എന്നുള്ളത് പോലെ ആ വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പിനെ സ്ട്രോങ് ആക്കാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്ത് ഒരുപാട് ഇഷ്ടവും ഉണ്ട്. ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദയ പോലെയുള്ള ഇഷ്ടം. അതായത് നിങ്ങൾ പാവമാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ കുറേ കാലമായിട്ട് നിൽക്കുന്നു, ഈ വ്യക്തിക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, അങ്ങനെയുള്ള ചിന്തകളും ആവാം. ഏതായാലും വളരെ ഇഷ്ടം ഉണ്ട് നിങ്ങളോട്. അതുപോലെ തന്നെ നിങ്ങളുടെ കൈ പിടിക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു. അതായത് നിങ്ങൾ വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഒരു മാറ്റം വരണമെന്ന് ഈ വ്യക്തിയും ആഗ്രഹിക്കുന്നുണ്ട്. ഈ വ്യക്തി മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്നതോടൊപ്പം തന്നെ ആ വ്യക്തിക്ക് നെഗറ്റീവ് തോട്ട്സ് ഉണ്ട്. അതായത് നിങ്ങൾ ചിന്തിക്കുന്ന അതേ കിടക്ക് ട്വിൻ ഫ്ലെയിം ജേണിയാണ്. കാരണം നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു അതേപോലെ തന്നെ ആ വ്യക്തിയും ചിന്തിക്കുകയാണ്. പകുതിക്ക് വെച്ച് എന്തായി പോവോ, ഇത് തുടങ്ങാൻ പറ്റുമോ, അങ്ങനെയുള്ള ഒരുപാട് ചിന്തകൾ ഈ വ്യക്തിക്കും ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക എന്നുള്ളത്. നിങ്ങൾ പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക, അപ്പോൾ ആ വ്യക്തിയും പോസിറ്റീവായിട്ട് ചിന്തിക്കും. ഇത് രണ്ടുപേർക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റാത്തത്, ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത് ഒരു ഫുൾഫിൽമെൻറ്റിലേക്ക് വരില്ലേ, പകുതിക്ക് വെച്ചിട്ട് എന്തായി പോവോ, അങ്ങനെയുള്ള തോട്ട്സ് രണ്ടുപേർക്കും ഉണ്ട്. ഇനി പക്ഷേ ഇത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് നിങ്ങൾ രണ്ടുപേരും വളരെ സൺ എനർജിയിലേക്കാണ് പോകുന്നത്. അതായത് ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ഫ്യൂച്ചറിലേക്കാണ് പോകുന്നത്. ഇത് രണ്ടുപേരും മനസ്സിലാക്കുന്നില്ല. രണ്ടുപേരുടെ ഉള്ളിലും നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് ആണ് കൂടുതലുള്ളത്. പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന അതേ സമയം തന്നെ രണ്ടുപേരും നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നു. ഇമോഷണലി ഒരുപാട് അടുപ്പം നിങ്ങൾ തമ്മിലുണ്ട്. പക്ഷേ ഇത് ബ്രൈറ്റ് ആയിട്ടുള്ള ഫ്യൂച്ചറിലേക്ക് വരും. ആ വ്യക്തി കറണ്ടിലേ ചിന്തിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണം എന്നാണ്. നിങ്ങളുടെ ആഗ്രഹം അതുതന്നെയാണ്. ഇനി പേഴ്സൻ്റെ നെയിം MKHTPAUS എന്നാണ് കിട്ടിയിട്ടുള്ളത്. N എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സൻ്റെ നെയിമുള്ള ലെറ്റേഴ്സ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഇനി നമുക്ക് ക്ലൂസ് ആണ് എടുക്കാനുള്ളത്. ആർക്കേഞ്ചൽ ഏരിയൽ. അപ്പോൾ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ആർക്കേഞ്ചൽ ഏരിയലിനോട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. ആർക്കേഞ്ചൽ ഏരിയൽ പ്ലീസ് ഹെൽപ്പ് മീ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പ്രെയർ പറയാവുന്നതാണ് കേട്ടോ. ഏപ്രിൽ മന്ത് ഇമ്പോർട്ടൻ്റ് ആണ്. 27 നിങ്ങളുടെ ഏജ് ആവാം, പേഴ്സൻ്റെ ഏജ് ആവാം. സ്കോർപിയോ എന്ന് കിട്ടിയിട്ടുണ്ട്. ഫെബ്രുവരി മന്ത് കിട്ടിയിട്ടുണ്ട്. സിസ്റ്റർ എന്ന് കിട്ടിയിട്ടുണ്ട്. 26 19 എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. 25 ഡേറ്റ്, 18 എന്നൊരു ഡേറ്റ്, മെയ് മന്ത്, ടോറസ്,
ലവ്, ഒരുപാട് പ്രണയമുണ്ട്, യഥാർത്ഥത്തിൽ ഒരുപാട് ഇഷ്ടമുണ്ട് നിങ്ങളോട്. ആർക്കേഞ്ചൽ മിഖായേൽ, ആർക്കേഞ്ചൽ റാഫേൽ, 11 എന്നൊരു ഡേറ്റ്, 4 എന്നൊരു ഡേറ്റ്, കളേഡ് ഹെയർ, വെർഗോ, ബ്ലൂ കളർ. അപ്പോൾ ആർക്കേഞ്ചൽ മിഖായേലിൻ്റെ സംരക്ഷണം ഈ ഒരു റിലേഷൻഷിപ്പിലുണ്ട്. നിങ്ങൾ ഹീലിങ്ങിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്, അതുകൊണ്ട് ആർക്കേഞ്ചൽ റാഫേൽ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ഇനി പേഴ്സൻ്റെ സ്ഥലം ബാംഗ്ലൂർ, പാലക്കാട്, തിരുവനന്തപുരം, കണ്ണൂർ, തൃശ്ശൂർ, മലപ്പുറം. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് പ്ലേസസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഏഞ്ചൽസ് മെസ്സേജസ് ആണ് എടുക്കാനുള്ളത്. നിങ്ങൾക്ക് 3 ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ മനസ്സിൽ ഓർക്കുക, സെക്കൻഡ് ക്വസ്റ്റ്യൻ ഓർക്കുക, തേർഡ് ക്വസ്റ്റ്യൻ ഓർക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യനുള്ള ആൻസറാണ് നമ്മൾ എടുക്കുന്നത്. നിങ്ങൾ നന്നായി മെഡിറ്റേറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനുള്ള ആൻസർ നമുക്ക് നോക്കാം. എന്താണ് ഏഞ്ചൽ നിങ്ങൾക്ക് തരുന്ന ആൻസർ? ലുക്ക് ഫോർ എ സൈൻ. അതായത് ഒരുപാട് ബട്ടർഫ്ലൈസിനെ കാണുന്നുണ്ടാവാം, ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നുണ്ടാവും, ഫെദേഴ്സ് കാണുന്നുണ്ടാവാം. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് നൽകുന്ന സൂചനയാണ്. അതനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ ആൻസർ തിരഞ്ഞെടുക്കൂ എന്നുള്ളതാണ്. ഓരോ ഏഞ്ചൽ നമ്പർ കാണുമ്പോഴും അതിൻ്റേതായിട്ടുള്ള ആൻസേഴ്സ് ഉണ്ടല്ലോ, അത് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനുള്ള ആൻസറാണ് റൊമാൻസ്, പ്രണയമാണ് നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നതെന്ന്. തേർഡ് ക്വസ്റ്റ്യനുള്ള ആൻസറാണ് നമ്മൾ നോക്കുന്നത്. ആസ്ക് യുവർ ഏഞ്ചൽസ്. നിങ്ങൾ ഏഞ്ചൽസിനോട് ചോദിക്കൂ, ഉത്തരം പറയാൻ ഏഞ്ചൽസ് റെഡിയാണ് എന്നുള്ളതാണ് പറയുന്നത്. നമുക്ക് നോക്കാം എന്താണ് ഏഞ്ചൽ നൽകുന്ന ആൻസർ. എന്താണ് നിങ്ങളുടെ തേർഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ? ഇവിടെ കോംപ്രമൈസ് എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ ഇയർ എൻഡിങ് ആയിട്ട് നിൽക്കുകയാണ്. നിങ്ങൾക്ക് ആരുടെടുത്തെങ്കിലും ക്ഷമിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ഫൊർഗീവ് ചെയ്ത് വിടുക. അവരെക്കുറിച്ച് എപ്പോഴും നിങ്ങൾ മോശമായിട്ട് മനസ്സിൽ ചിന്തിക്കേണ്ട കാര്യമില്ല. ഫൊർഗീവ് ചെയ്ത് വിട്ടേക്കുക. അത് നിങ്ങൾക്ക് ബ്ലോക്കേജസ് കുറയ്ക്കാൻ ഉപകാരപ്പെടും. അപ്പോൾ ഇവിടെ ഫൊർഗീവ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ മോട്ടിവേഷൻ. അതുപോലെ തന്നെ ഇതുവരെ എനിക്ക് തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു. ദൈവത്തോടും നിങ്ങളോടും. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക.